കോലാനി വെങ്ങല്ലൂർ ബൈപ്പാസിൽ ഉണ്ടാകുന്ന അപകടങ്ങളെപ്പറ്റി കഴിഞ്ഞ ദിവസം നാട്ടുരാജ്യ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏറ്റവും കൂടുതൽ ബൈപ്പാസുകൾ ഉള്ള ഈ തൊടുപുഴയിൽ ഇങ്ങനെ ട്രാഫിക് കുരുക്കുകളും അപകടങ്ങളും ഉണ്ടാകുന്നത് എങ്ങനെയെന്നാണ് ജനചോദ്യം. എന്നാൽ ഇത് ചില സ്വകാര്യ വ്യക്തികളുടെ പ്രോപ്പർട്ടികൾ സംരക്ഷിക്കാനുള്ള ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന രീതിയാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. അതിനുദാഹരണമാണ് ഈ കോലാനി അപകടകരമായ ഈ ജംഗ്ഷൻ. ഇത് ശ്രദ്ധയിൽപ്പെട്ട തൊടുപുഴയുടെ മർച്ചൻ്റ് അസോസിയേഷൻ ഇതിൽ ശക്തമായ ഇടപെടുകയും എന്നാൽ ഇതിന് നടപടിക്രമങ്ങൾ തുടങ്ങിയെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ പരസ്യ ബോർഡ് മാറ്റിയിട്ട് അടുത്ത ഒരു സ്ഥാപനത്തിൻ്റെ പരസ്യ ബോർഡ് വെച്ചുകൊണ്ട് പഴയ മാർഗം തന്നെ സ്വീകരിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ട്രാഫിക് സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമാണ്. ഈ കൊടുംവളവിൽ അനധികൃതമായി റോഡിലേക്ക് തള്ളി നിൽക്കുന്ന കെട്ടിടങ്ങളും ഈ റോഡിൻ്റെ വീതി കുറവാണ് ഇവിടെ അപകടങ്ങൾക്ക് മെയിൻ കാരണം. നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ വ്യാപാരി മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണയിലാണ് നമ്മളോടൊപ്പം. പ്രസിഡന്റായി എടുത്തപ്പം തന്നെ ഒട്ടേറെ പ്രതീക്ഷയോടുകൂടിയാണ് തൊടുപുഴയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. അതിന് ഒരു കോലാനി നമ്മുടെ ബൈപ്പാസ് മണക്കാട് ജംഗ്ഷൻ റോഡ് വളരെ അപകടങ്ങൾ നിറഞ്ഞ ഒരു സംഭവമാണ്. അവിടെ ആ സിഗ്നൽ സംവിധാനങ്ങളും അതിനൊരു ശാശ്വത പരിഹാരം MLA-യുമായി സംസാരിച്ച് തീർപ്പാക്കിയിരിക്കുന്നതാണ്. അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ടൈമിൽ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് തൊടുപുഴ ടൗൺ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ഉണ്ടാവുന്നത്. എപ്പോഴും നമ്മൾ വ്യാപാരി സമൂഹം നോക്കിക്കാണുന്നത് തൊടുപുഴയുടെ വികസനം മാത്രമാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ഈ കഴിഞ്ഞ ദിവസം തന്നെ കോലാനി വെങ്ങല്ലൂർ ബൈപ്പാസ് പണ്ട് മുതലേ അത് അശാസ്ത്രീയമാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. മുല്ലക്കൽ ജംഗ്ഷൻ മണക്കാട് തിരിയുന്ന മുല്ലക്കൽ ജംഗ്ഷനിലാണ് മിക്കവാറും ദിവസം വണ്ടി ഇടിച്ച് അവിടെ ട്രാഫിക് ഐലൻഡ് ഇടിച്ച് തെറിപ്പിക്കുന്ന ഒരു സംഭവം കാണാനിടയായി. ഈ കഴിഞ്ഞ ദിവസവും ഞായറാഴ്ച ദിവസവും ഇതേപോലെ തന്നെ ആവർത്തിച്ചു. ഉടനെ ഞങ്ങൾ MLA കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ചു. ട്രാഫിക് SI, അവിടുത്തെ വാർഡ് കൗൺസിലർ ഇവരെല്ലാം വന്ന് അവിടുത്തെ അപകട കാരണം ഞങ്ങൾ വിലയിരുത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അവിടെ പ്രോപ്പറായിട്ട് ലൈറ്റിംഗ് ഇല്ല. അവിടെ ആ ഭാഗത്ത് മാത്രം വീതി കുറഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ റിഫ്ലക്ടർ ഇല്ല. ഒരു വണ്ടി വന്നാൽ വളരെ സ്പീഡിൽ വരുന്ന വണ്ടിക്ക് റിഫ്ലക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ട്രാഫിക് ഐലൻഡ് കാണാൻ കഴിയൂ. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ആ റോഡിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുണ്ട്. ഞങ്ങളത് MLA ബോധ്യപ്പെടുത്തി. MLA വെളിച്ചക്കുറവുള്ളിടത്തുള്ള ഹൈമാക്സ് ലൈറ്റ് MLA ഫണ്ടിൽ തരാമെന്ന് ഞങ്ങളോട് പറഞ്ഞു. അതുപോലെ തന്നെ ആ റോഡിലുള്ള ട്രാഫിക് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കാമെന്ന് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പു നൽകി. ഇങ്ങനെ റിഫ്ലക്ടർക്ക് പകരം പരസ്യങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ദിനംപ്രതി പോലീസ് ഉദ്യോഗസ്ഥർക്ക് തലവേദന സൃഷ്ടിക്കുന്ന സംവിധാനങ്ങളാണ് തൊടുപുഴയുടെ ട്രാഫിക് സംവിധാനം എന്ന് നാട്ടുരാജ്യ ന്യൂസ് വീണ്ടും സാക്ഷ്യപ്പെടുത്തുകയാണ്. നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും KK വിജയൻ.